2026 ആദ്യത്തെ പൗർണമിയാണിന്ന്. പൗർണമി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് 6:54 അവസാനിക്കുന്നത് നാളെ ഉച്ചകഴിഞ്ഞ് 3:32 എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ വീട്ടിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഈ ഒരു 2026 ആദ്യത്തെ വെള്ളിയാഴ്ച പൗർണമിയോടുകൂടി വന്നിരിക്കുന്നത് അതീവ ശുഭപ്രദമായതുകൊണ്ട് തന്നെ ഇന്നത്തെ വൈകുന്നേരം നിങ്ങൾ ആരും മിസ്സാക്കാതെ ലളിതാ സഹസ്രനാമം ചൊല്ലി ദേവിയെ പൂജിക്കണം. അതായത് നമ്മൾ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്ക് ഇന്നത്തെ ദിവസം വീട്ടിൽ 5 തിരിയിട്ട് നെയ്യൊഴിച്ച് നിലവിളക്ക് കൊളുത്തി നിലവിളക്കിന് ചുറ്റും നല്ല ചുമന്ന കളറിലെ പൂക്കൾ, അത് ചെമ്പരത്തിയോ റോസാപ്പൂവോ താമരപ്പൂവോ എന്തുമാവട്ടെ, അതുകൊണ്ട് അലങ്കരിക്കാവുന്നതാണ്. അലങ്കരിച്ചതിന് ശേഷം നമ്മൾ ലളിതാ സഹസ്രനാമം ദേവിക്ക് മുൻപിൽ ചൊല്ലി പൂജിക്കുക. പ്രത്യേകിച്ച് അർച്ചനകളൊന്നും തന്നെ ചെയ്യണമെന്നില്ല. ആദ്യം തന്നെ നിലവിളക്ക് കത്തിക്കുക, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, കുലദൈവത്തെ മനസ്സിലോർക്കുക. ശേഷം ദേവിയോട് നമ്മളൊരു സങ്കല്പം ചെയ്യുന്നു. 7, 9, 11 വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലിയേക്കാമെന്നും എൻ്റെ കുടുംബത്തിന് ഒരു അഭിവൃദ്ധി ഉണ്ടാക്കി തരണം. സാമ്പത്തികമായോ അങ്ങനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ, ഇപ്പോൾ സമ്പത്തുണ്ട് സമാധാനമില്ലെങ്കിൽ ആ രീതിയിൽ, ഇനി സമാധാനമുണ്ട് സമ്പത്തില്ലായ്മയാണെങ്കിൽ അങ്ങനെയല്ല, ദാമ്പത്യ സൗഖ്യം, മക്കൾ നല്ലാവാൻ, ആരോഗ്യം, അങ്ങനെയുള്ള എന്ത് കാര്യമാണോ നിങ്ങൾക്ക് വേണ്ടത് അത് അമ്മയോട് പ്രാർത്ഥിച്ച് ഞാൻ ഇത് ചൊല്ലിയേക്കാമെന്നും എനിക്ക് അമ്മ ഐശ്വര്യം തരണമെന്നും പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങൾ ലളിതാ സഹസ്രനാമം ചൊല്ലി തുടങ്ങുക. തുടർച്ചയായി എല്ലാ വെള്ളിയാഴ്ചകളിലും എത്ര വെള്ളിയാഴ്ചയാണോ അമ്മയോട് സങ്കല്പം ചെയ്തത് അത്രയും വെള്ളിയാഴ്ച നിങ്ങൾ ലളിതാ സഹസ്രനാമം ചൊല്ലുക. ലളിതാ സഹസ്രനാമം 9 വെള്ളിയാഴ്ചകളിലാണ് ചൊല്ലാമെന്ന് സങ്കല്പം ചെയ്തെങ്കിൽ 9ാമത്തെ വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു ദേവീക്ഷേത്ര ദർശനം നടത്തി അമ്മയ്ക്ക് ഒരു പട്ട്, കുങ്കുമം, മഞ്ഞൾ, പൂവ് ഇവയൊക്കെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ കടുംപായസം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഇനി എല്ലാ വെള്ളിയാഴ്ചയും ദേവീക്ഷേത്രത്തിൽ പോയി ദേവിക്ക് കടുംപായസം സമർപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും അതീവ ശുഭപ്രദമാണ്. അങ്ങനെയല്ല, ആറ്റുകാല് പോലുള്ള ദേവീക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെങ്കിൽ നല്ല ചുമന്ന കളറിലെ സാരി വാങ്ങിച്ച് ദേവിക്ക് സമർപ്പിക്കുന്നതും ഐശ്വര്യം തരുന്നതാണ്. ഇനി വീടിനടുത്ത് ദേവീക്ഷേത്രങ്ങളില്ല, അബ്രോഡൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ച വീട്ടിൽ നിങ്ങൾ ദേവിക്ക് കടും പായസമോ ശർക്കര പായസമോ വാങ്ങി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആ ഒരു സങ്കല്പം അവസാനിപ്പിക്കാവുന്നതാണ്. ശേഷം എപ്പോഴാണോ നാട്ടിൽ വരുന്നത് ആ സമയത്ത് വീടിനടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇതൊന്നും ചെയ്തു നോക്കൂ. മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാവുന്നതാണ്.